പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. വടകര നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നല്ല രീതിയിൽ തന്നെ വിജയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഏതൊരു കോൺഗ്രസ്സുകാരനും അംഗീകരിക്കുന്ന സത്യവുമാണ്. കാരണം നിങ്ങൾക്കറിയാം, ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ വിശ്വസിക്കാനാവാത്ത രീതിയിൽ അവർ ഉയർന്നു വരികയും വലിയൊരു നേതാവായി മാറുകയും എല്ലാ ജനങ്ങളാലും, അതായത് ജാതി മത ഭേദ രാഷ്ട്രീയമന്യേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാറില്ല, എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണുകയൊക്കെ ചെയ്ത സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള ചില നേതാക്കളും പിന്നെ മുഖ്യമന്ത്രി നേരിട്ടും ഇടപെട്ട് അതിന് തടയിടാൻ വേണ്ടി ശ്രമിച്ചതൊക്കെ നമുക്കറിയാം. ഈ കൊറോണ റിസൾട്ട് വായിക്കുന്ന സമയത്ത് ജനങ്ങൾ ഏതോ ഒരു സീരിയൽ കാണുന്ന പോലെ വീട്ടിലെ എല്ലാവരും കൂടി അത് കേൾക്കാൻ വ്യഗ്രത കാട്ടിയിരുന്ന സമയത്ത് ഇത് പിന്നെ ഒരു പാരയാകുമെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി ഡയറക്റ്റ് വന്നിട്ടാണ് പിന്നെ വായിക്കാൻ തുടങ്ങിയത്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം അതിനുശേഷം അത് അവഗണിക്കപ്പെട്ടു, ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഉയർന്നു വന്ന വലിയൊരു നേതാവ് അത് പാർട്ടിയിലെ മറ്റ് പല നേതാക്കന്മാർക്കും ഒരു ഭീഷണിയാകും എന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ, CPM-ലെ തന്നെ അംഗങ്ങൾ, നേതാക്കൾ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു പരിപാടി ഒപ്പിച്ചതാണോ ഇത് എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തെ കൊണ്ട്, അതായത് പ്രായമായ ഒരു സ്ത്രീയെ കൊണ്ട്, വലിയൊരു നേതാവിനെ കൊണ്ട് എൻ്റെ മുഖം വെച്ച് അശ്ലീല വീഡിയോ, അതും എതിർ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി ഉണ്ടാക്കി എന്ന് പടച്ചു വിട്ട ഒരു നുണ, അത് ദൗർഭാഗ്യവശാൽ ടീച്ചർ തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തപ്പോൾ അണികൾ വീണ്ടും ശക്തരായി ആ കാര്യങ്ങൾ തന്നെ ഈ CPM-ന്റെ മൊത്തത്തിൽ അശ്ലീലമാണ്. നിങ്ങൾക്കറിയാം, സോളാറുമായി ബന്ധപ്പെട്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ മോനെ, വടകര ഷാഫിക്ക് പോയി വോട്ട് ചെയ്യും, വേറൊന്നും പറയാനില്ല.